വടക്കനാട്ടെ യുവകർഷകൻ രജീവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി 1 മാസം തികയുമ്പോഴാണ് മുട്ടിക്കൊമ്പനെ വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. താത്തൂർ വനമേഖലയിലെ ഓനച്ചൻ കവലയിൽ വെച്ച ഇന്ന് പുലർച്ചെയാണ് ദൗത്യസംഘം ആനയെ മയക്കുവെടി വെച്ചത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു ആദ്യ മയക്കുവെടി. 7 മണിയോടെ മുട്ടിക്കൊമ്പൻ വരുതിയിലായതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം 2:30 കാട്ടിൽ നിന്ന് പുറത്തേക്ക്. ഏറെക്കാലം വടക്കനാടിനെ വിറപ്പിച്ച കൊമ്പനെ കാണാൻ നാട്ടുകാരൊന്നടങ്കം വനത്തിന് പുറത്ത് കാത്തുനിന്നിരുന്നു. ഒരുപാട് നാൾ കാട്ടിലും നാട്ടിലുമായി മേഞ്ഞു നടന്ന വടക്കനാട് വിട്ട നേരെ മുത്തങ്ങ ക്യാമ്പിലേക്ക്. 1 മാസമായി ഉറക്കം നഷ്ടപ്പെട്ടിരുന്ന നാട്ടുകാർക്ക് ആശ്വാസത്തിന്റെ നെടുവീർപ്പ്. വനം വകുപ്പിൻ്റെ ആൾക്കാരെ അതിനെ തെളിച്ചുകൊണ്ട് പോയി 3:55 അതിന് മയക്കുവെടി വെച്ചു. പിടിച്ചതിൽ വളരെ സന്തോഷം. ഈ ആനയാണ് മെയിനായിട്ട് ഇവിടെ ജനവാസ കേന്ദ്രത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ട്. ഇതിൻ്റെ കൂടെയുള്ള വടക്കാട് കൊമ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഇത്. വടക്കാട് കൊമ്പനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആയി. ഇതുപോലെ ഓരോരുത്തർ ആശാന്മാരായിട്ട് വരും. ഭയങ്കര സമാധാനമായി ഇതിനെ പിടിച്ചുകൊണ്ട്. ആനയ്ക്ക് തകർക്കാൻ പറ്റാത്ത, പ്രകൃതിക്ഷോഭത്തിൽ പോകാത്ത ക്രാഷ് കാർഡ്, റോ ഫെൻസിങ്, അല്ലെങ്കിൽ കൽമതിൽ, അല്ലെങ്കിൽ റെയിൽ ഫെൻസിങ്, ഈ 3 വടക്കനാട് ജനത ഇപ്പോഴും ഉറച്ചു നിൽക്കുവാണ്. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഒരു സന്തോഷപരമായ ഒരു വാർത്ത കേട്ട് എണീറ്റപ്പോൾ ഞങ്ങളുടെ നാട് കുറേ നാൾ, 1 മാസം ശേഷം നാട് സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. മുട്ടിക്കൊമ്പന്റെ തുമ്പിക്കൈയിലെ വലിയ മുറിവിന് വിദഗ്ധമായ ചികിത്സ ആവശ്യമായി വരും. എന്നാൽ കാട്ടാനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച് തിരികെ കാട്ടിൽ വിടാൻ വനം വകുപ്പ് ആലോചിക്കുന്നതായി സൂചനയുണ്ട്. അങ്ങനെയായാൽ ആനയുടെ ചികിത്സ അവതാളത്തിലാകും. നാട്ടുകാരിൽ നിന്ന് ശക്തമായ പ്രതിഷേധവും നേരിടേണ്ടി വരും. മുട്ടിക്കൊമ്പൻ വനം വകുപ്പിന്റെ കൂട്ടിലായതോടുകൂടി വടക്കനാടുകാർക്ക് സമാധാനമായി ഉറങ്ങാം. സ്ഥിരം പ്രശ്നക്കാരനായ മറ്റൊരു കൊമ്പൻ വരുന്നതുവരെയെങ്കിലും. വേണുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.